ഇന്ന് ഞങ്ങള് അൽജാദ പാർക്കിലേക്ക് വീണ്ടും പോവാണ് കേട്ടോ. 2 വർഷം മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പോയി കാണുക. അപ്പൊ ഇന്ന് നമ്മൾ അതേ സ്ഥലത്തേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, കുറച്ച് സന്ധ്യ കിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തിരി ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോകുന്ന വഴികൾ. നല്ല രസമാണ് ഫ്രണ്ട്സ്. നല്ല യെല്ലോ കളർ സ്ട്രീറ്റ് ലൈറ്റ് ആണ് കേട്ടോ ഇവിടെ. റോഡ് അടിപൊളിയാണ്. അപ്പോൾ അത് എല്ലാവരും കണ്ടില്ലേ. ഇനി ഒരു ഇറക്കമുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ പാർക്ക് എത്തും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ അതേ പാർക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇറക്കം. ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ അൽജാദ പാർക്ക്. ഇതാണ്ട് തന്നെ നിങ്ങൾ കണ്ടോ അൽജാദ എന്നൊക്കെ അതിൻ്റെ ഒരു തെമിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇവിടെ അൽജാദയിൽ വന്നിട്ട് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇടയ്ക്ക് വീഴുന്നുണ്ട്, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നൊക്കെ കാണാം. ഫ്രണ്ട്സ്, ഇവിടെ സ്കേറ്റിംഗ് ചെയ്യാനായിട്ട് സ്പെഷ്യലായിട്ട് സ്കേറ്റിംഗ് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലമുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഇവിടെ നിന്ന് ചെയ്തെന്ന് നോക്കി. അപ്പോഴേക്കും ഫ്രണ്ടിലൊരു കുട്ടി വന്നപ്പോൾ എൻ്റെ ഫ്ലോ അങ്ങോട്ട് തെറ്റി. പിന്നെ ഇതാണ് ആ ഒരു സ്കേറ്റിംഗ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ നടക്കണ്ട കേട്ടോ. അത് കൂടെ പോകാൻ എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ ഞാൻ സ്ലൈഡിൽ കയറി. ഈ സ്ലൈഡ് എന്ന് പറയുമ്പോൾ നല്ല അഡ്വഞ്ചറസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ചുറ്റും വേറെ പല റൈഡുകളും ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്ലൈഡിൽ കയറി ഫ്രണ്ട്സ്. കുറേ നല്ല വലിയ സ്ലൈഡായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ അത് വിദ്യ കയറി. എൻ്റെ കൂടെ ഉള്ളത് ആദിത്രി എന്ന് പറഞ്ഞ കുട്ടിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ സ്ലൈഡിൽ പോകുന്നത് കണ്ടില്ലേ, അവളാണ് ആദിത്രി, ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ വേറെ ആ അൽജാദയുടെ ഉള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ 2 റൈഡൊക്കെ അവർ നോ എൻട്രി അങ്ങനെയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു സ്ഥലം. ഇതല്ല, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ കണ്ടോ ഒരു പർപ്പിളും പിങ്കും ഒക്കെ, അവിടെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതെന്നാലും ഇത്തിരി കൂടെ എക്സ്പേർട്ടായിട്ടുള്ള കുട്ടികളൊക്കെ ചെയ്യണുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ തന്നെ കണ്ട് ഞെട്ടിപ്പോയ ഒരു സ്കേറ്റിംഗ് ബോർഡും ഷൂവും. സ്കൂട്ടറൊന്നും ഇവിടെ അധികം ചെയ്യണില്ല. പിന്നെ കുറച്ച് കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ട് കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സ്ലൈഡിൽ പോലെ. അവർക്ക് ഇതൊക്കെ കണ്ട് സ്ലൈഡ് പോലെയാണ് തോന്നുന്നത്. കണ്ടോ എൻ്റെ ബാക്കിൽ കൂടെ ഒരു ചടം പോണ കണ്ടോ. അവരൊക്കെ അടിപൊളിയായി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഫ്രണ്ട്സ്, അപ്പോഴത്തേ എനിക്ക് ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. എനിക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ നല്ല സ്ലോ ആയിട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം അവിടെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ എനിക്ക് അവസാനിച്ചപ്പോഴേക്കും നല്ല കുറച്ചൊക്കെ സ്പീഡിൽ പോകാനായിട്ട് പറ്റിട്ടോ. അപ്പോൾ വേറെ എൻ്റെ ബാക്കിൽ കൂടെ കുറേ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഫ്രണ്ട്സ്. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ അച്ഛനും രാജീവങ്ങളും കൂടി ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫ്രണ്ട്സ് നമ്മുടെ വിദ്യ സ്കേറ്റിംഗ് ഷൂട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് സ്കേറ്റിംഗ് ഷൂ നല്ല ഇഷ്ടമാണ്. അവനധികം പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ സ്ലോ ആയിട്ടായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഫ്രണ്ട്സ് കുറച്ച് വട്ടമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. ഞാനും വീണിട്ടുണ്ടായിരുന്നു. ആള് ഭയങ്കര ചിരിച്ചു തരായിരുന്നു. അപ്പോൾ ഇത് എന്താക്കി എടുക്കണം അവിടെ. അപ്പോഴേക്കും അവന് ചെറിയൊരു ചമ്മലൊക്കെ വന്നു. എന്നാലും അവൾ പ്രാക്ടീസ് വിട്ടില്ല. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക് കേട്ടോ സ്കേറ്റിങ്ങിൻ്റെ. അപ്പം അവൻ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട്സ്. നേരത്തെ നിങ്ങളൊരു കുട്ടി പോകണുണ്ടോ, സ്പീഡിൽ ജെറ്റ് പോണ പോലെ ഇരുന്നു. അതുപോലെ ആ ഇറക്കത്തിൽ കൂടെ പോകാനായിട്ട് നിന്നായിരുന്നു ഫ്രണ്ട്സ്. പക്ഷെ അവൻ കുറേ വട്ടം വീണു. അത് കൂടെ പോകാൻ ഇത്തിരി പാടാണ് കേട്ടോ. നല്ല പ്രാക്ടീസ് ആയവരെ പോകാനായിട്ട് പറ്റുള്ളൂ. അവൻ 2-3 വട്ടം അതിൽ പോയിട്ട് വീണു. അവസാനം ഞാൻ അതിൽ പോയിട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെനിക്ക് അടിപൊളിയായി പോകാനായിട്ട് പറ്റി. ആദ്യത്തെ വട്ടമൊക്കെ പോകാൻ നോക്കിയപ്പോൾ ഞാൻ വീണുണ്ടായിരുന്നു. പിന്നെ വിദ്യ അത് കൂടെ ഒക്കെ കുറേ നേരം ഓടിച്ചു.
ഫ്രണ്ട്സ് ഞാൻ കുറച്ച് നേരത്തെ പ്രാക്ടീസിന് ശേഷം പോവാണ് കേട്ടോ ഇറക്കത്ത് കൂടെ. ഇത് പോയി, പക്ഷേ എനിക്ക് ആദ്യം വരെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതിനും കുറച്ച് കുട്ടികൾ വന്നിട്ട് എനിക്ക് അവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ വട്ടം വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടെ തൊട്ടിട്ട് വരുന്നുണ്ട്. ഇത്തിരി സ്പീഡിൽ വന്നാലേ നമുക്ക് ആ ഒരു ഫ്ലോയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡിൽ വന്നു, അങ്ങനെ ഇറക്കത്ത് കൂടെ പോവാണ്. അങ്ങനെ ഞാൻ ആ ഒരു അവിടെ എത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്ട് വന്നൊന്നുമില്ല. കയറ്റത്ത് കൂടെ ഒക്കെ ഞാൻ പോയി ഫ്രണ്ട്സ്. അവിടെ കൂടെയൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. അതാ പോണു ഞാൻ. അങ്ങനെ ആ ഒരു ഇറക്കത്തിൻ്റെ ആ ഒരു കുഴി പോലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എനിക്ക് കയറാനായിട്ട് ഇത്തിരി പാടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി ബാഡ്മിൻ്റൺ കളിക്കായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇത് അവരും നല്ല അടിപൊളിയായി കളിക്കുന്നുണ്ട്. കുറച്ചൊക്കെ പോവാതെ നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇനി വാട്ടറിൽ കളിക്കാൻ പോകുന്നു. ഫ്രണ്ട്സ് ഇവിടെ വിദ്യ ഗംഭീരമായിട്ട് വാട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാട്ടർ നല്ല പല കളറിലും വരും. നല്ല രസമാണ് ഫ്രണ്ട്സ്. കുറേ കുട്ടികളും അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ മുന്നത്തോട്ട് വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ കയറാനായിട്ട് പറ്റിയില്ല. വിദ്യ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് എല്ലാത്തിനും റെഡി ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്കേറ്റിംഗ് തലക്കടിച്ച് സ്കേറ്റിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയി ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് അടിച്ച് പൊളിച്ചു. ഇനി നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ നമ്മളൊരു അടുത്ത കിഡിലൻ പൊളി വീഡിയോ ആയി വരാം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബായ്.